ഒരു കസ്റ്റമറിന് വേണ്ടി സാരി ബ്ലൗസിൽ ലോട്ടസ് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലോട്ടസിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലും സ്ലീവിലുമാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റൊക്കെ അനുസരിച്ച് ബാക്ക് പോർഷൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ലോട്ടസും ലീഫും വരുന്ന ഒരു ഡിസൈനാണ്. സ്ലീവിലും ലോട്ടസ് ഒരു സിംഗിൾ ലോട്ടസാണ് വരുന്നത്. ഇതിൻ്റെ താഴത്തെ പോർഷൻ എന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ കസവ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പോർഷൻ വിട്ടിട്ട് മുകളിലോട്ട് നമ്മൾ ഡിസൈൻ വരച്ചെടുത്തിരിക്കുന്നത്. റെഡ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ റെഡ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ യെല്ലോ വേണം യൂസ് ചെയ്യാനായിട്ട്. റെഡിൻ്റെ ഇങ്കൊക്കെ പറ്റി ക്ലോത്ത് ഡാമേജ് ആകാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന കളേഴ്സാണ് കേട്ടോ പെയിൻറ്റിൻ്റെ. റെഡ് എടുത്തിട്ടുണ്ട്, വൈറ്റ്, പിന്നെ യെല്ലോ. ഇതെല്ലാം ഫെവിക്രിലിൻ്റെ പെയിൻറ്റുകളാണ് കേട്ടോ. സാബ് ഗ്രീൻ ഞാൻ സാബ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3D ലൈനർ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ 3D ലൈനർ. അപ്പോൾ ഇത്രയാണ് കേട്ടോ പെയിൻറ്റൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രഷ് എടുത്തിരിക്കുന്നത് ഒരു 4 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം റൗണ്ട് ബ്രഷാണ്. 000, 4, 6 അങ്ങനെ 3 ടൈപ്പ് റൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ സൈസ് നമ്പർ 4 ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം ബേസ് കോട്ടാണ് ചെയ്യുന്നത്. വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെറ്റലിൻ്റെ ബോർഡറിലൂടെ ആദ്യം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക, എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ പെറ്റലായിട്ട് വേണം ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇനി പാലറ്റിലേക്ക് റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡും വൈറ്റും മിക്സ് ചെയ്തൊരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കളറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ പെറ്റൽ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഷെയ്ഡ് ചെയ്യുമ്പം ഒരു പെറ്റലിൽ തന്നെ 2-3 കളർ വരുന്ന പോലെ വേണം ഷെയ്ഡ് ചെയ്യാനായിട്ട്. പെറ്റലിൻ്റെ ഏറ്റവും മുകളിലത്തെ പോർഷനിൽ ഞാൻ കുറച്ച് റെഡ് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് മിക്സ് ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത്തവണ ഓണം ട്രെൻഡിങ് തന്നെ ഈ ലോട്ടസ് ഡിസൈൻസ് ആണ്. അപ്പോൾ ഞാൻ തന്നെ ഒരു 3 വീഡിയോയോളം ലോട്ടസിൻ്റെ പല ടൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കുർത്തിയിലാണ്, പിന്നെ 2 ഇതിപ്പോൾ 2 സാരി ബ്ലൗസിലാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പശുവൊക്കെയുള്ള ഒരു പിച്ച് വേവ് പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് ഇപ്രാവശ്യം ലോട്ടസ് ഡിസൈൻസ് കാണുന്നത്. ഇനി ലീഫ് ചെയ്യാനായിട്ട് സാബ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. സാബ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. ലീഫിൻ്റെ താഴത്തെ പോർഷനിൽ ഞാൻ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക, എന്നിട്ട് ഫില്ല് ചെയ്തെടുക്കുവാണ്.
ലീഫിൻ്റെ മുകളിലത്തെ പോർഷനിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ഈ സ്റ്റെമ്മിൻ്റെ പോർഷൻസും കൂടെ നമ്മൾ സാപ്പ് ഗ്രീൻ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ്. ഇനി ആ ബഡിൻ്റെ പോർഷനിൽ താഴത്തെ പോർഷനിൽ ഡാർക്ക് ഗ്രീനും മുകളിലായിട്ട് നമുക്ക് ലൈറ്റ് ഗ്രീനും കൂടെ കൊടുക്കാം. ഇനി 000 ബ്രഷ് വെച്ചിട്ട് ലീഫിൻ്റെ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി റെഡ് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ലീഫും ഫ്ലവറും നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. വർക്ക് കഴിയുമ്പോൾ ഇതുപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.